നീ എന്ത് വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് ഈ കമൻറ്റ് നോക്കലൊരു ഹരമായിരുന്നു. ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ടാൽ തന്നെ അതിപ്പോൾ എന്തെങ്കിലും റീലാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ റീൽ അവിടെ ഓണാക്കി വെച്ചിട്ട് കമൻറ്റ് വായിക്കുന്നതിലായിരുന്നു ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കമൻറ്റ് ബോക്സ് തുറക്കാൻ വയ്യ. എല്ലായിടത്തും ഈ ശബ്ദമില്ലാതെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചു കൊടുക്കുന്നു, എന്താ പല്ലില്ലാത്ത കൊച്ചിനെ മിച്ചർ തിന്നാൻ പഠിപ്പിക്കുന്നു, കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്ത് ഫുൾ അത് തന്നെ. മീനുകളെ നീന്താൻ പഠിപ്പിക്കുന്നു, അതേപോലെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു, പിന്നെ ശബ്ദമില്ലാണ്ട് തലമണ്ട അടിച്ച് പൊളിക്കുന്നു, ഇങ്ങനെ കെട്ടഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വെറൈറ്റി കമന്റ്സ് ആണ്. കമന്റ് ബോക്സിൽ പല ട്രെൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഭീകരമായ അവസ്ഥയായി പോയി. ട്രെൻഡ് ഇറങ്ങുന്ന കമന്റ്സ് ഒക്കെ ഒരു പകുതിയൊക്കെ ഉണ്ടല്ലോ, 50% കമന്റ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കമന്റ്സ്. ആദ്യം കണ്ടപ്പോൾ കോമഡി ആയിരുന്നു, പിന്നെ കണ്ട് ദേഷ്യം വരുന്നുണ്ട്. കേരളത്തിൽ എന്തോരം ജോലി സാധ്യതയാണല്ലേ. ഓരോ സമയത്ത് കമന്റ് സെക്ഷൻ ഓരോന്ന് പോലെ ഓരോ ട്രെൻഡിനനുസരിച്ച് പോകുന്ന കമന്റ് സെക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെയാണ് ഫേസ്ബുക്കിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫോളോ മീ ബാക്ക്, ആഡ് മീ ചങ്കെ, ആഡ് മീ ക്ലോസ്, അങ്ങനെ ഭയങ്കര അങ്ങ് സപ്പോർട്ടായിരിക്കും. സപ്പോർട്ട് ഇങ്ങോട്ട് ഫോളോ ചെയ്താൽ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ ഷുവർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരിക്കും. അങ്ങനത്തെ ഒരു ട്രെൻഡായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം ആ സമയത്തുണ്ടായിരുന്ന ട്രെൻഡുകൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് ട്രെൻഡിങ് ആയെന്ന് വിചാരിച്ചു, അപ്പോൾ ആ ഡയലോഗിനെ വെച്ചിട്ടായിരിക്കും പിന്നെ കമന്റ് സെഷൻ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങിയ ഡയലോഗ് ട്രെൻഡ് ആയില്ലേ, എൻ്റെ മോളുടെ പിറന്നാൾ വിളിക്കാൻ വന്നതാ എല്ലാവരും വരണം, എട്ടായി കോഫി, ശരിയാവില്ല, മസനഗുടി വഴി ഊട്ടിക്ക് പോവാം. അങ്ങനെ ഓരോ ഡയലോഗ് ട്രെൻഡ് ആകുമ്പം ആ ഡയലോഗ് ആയിരിക്കും ഈ കമന്റ് ബോക്സിൽ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ ചിലതരം കമന്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. കളിയാക്കുന്നവരോട് പോകാൻ പറ, കൂടെ നീയും വെക്കും, ഒരിക്കൽ ലോകം നിന്നെ അംഗീകരിക്കും, അന്ന് ലോകം അവസാനിക്കും. നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, അവിടുന്ന് താഴെ വീഴട്ടെ. അതേപോലെ നെഗറ്റീവ് പറയുന്നവർ പറയും, പക്ഷെ അവർ പറയുന്നതിലും കാര്യമുണ്ട്. നൈസ് ട്രൈ ബട്ട് ഡോണ്ട് ട്രൈ അഗൈൻ, ഗുഡ് ടാലന്റ് ബട്ട് മേക്ക് ഇറ്റ് ഹിഡൻ. വീഡിയോ ചെയ്തത് പക്ഷെ പോസ്റ്റ് ചെയ്യരുത്, കീപ് ഗോയിങ് പക്ഷെ തിരിച്ചു വരരുത്. തുടക്കം മെച്ചപ്പെട്ടതാണെങ്കിലും അവസാനം മോശമായിരുന്നു. നീ ഒരു തീയാവുക, ആ തീയിൽ ചാടിച്ചാവുക, കളിയാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇനിയും തുടരുക. പിന്നെ ഡിസ്ലൈക്ക് ബട്ടൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ യൂസ് മീ എസ് എ ഡിസ്ലൈക്ക് ബട്ടൺ എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് കമൻറ്റാണ്. അത് എപ്പോഴും ഉണ്ടാകും, കാരണം ഡിസ്ലൈക്ക് ബട്ടൺ ഇല്ലല്ലോ, അതുകൊണ്ട് ആ കമൻറ്റിന് കൂടുതൽ ലൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കമൻറ്റൊക്കെ ആദ്യം കേട്ടാൽ നമുക്ക് തോന്നും ഇതൊരു അംഗീകാരമാണെന്ന്, രണ്ടാമത്തെ സെഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് കളിയാക്കുന്നതാണെന്ന്. അതാണ് ഈ കമൻസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. മലയാളികളല്ലാത്തവരുടെയൊക്കെ റീലോ പോസ്റ്റൊക്കെ ആണെങ്കിൽ മലയാളികളുണ്ടോ എന്നൊരു കമൻറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് കമൻറ്റ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ആക്ടിങ് കൂട്, ആക്ടിങ് ഓവർ ആക്ടിങ്. പിന്നെ അതേപോലെ ആധാർ ലുക്ക്. പിന്നെ ഒരു അക്കൗണ്ട് ഉണ്ട്, സേവർ എന്നാണ് പ്രൊഫൈലിന്റെ പേര്. അതിന്റെ പേര് കുറെ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. പുള്ളിയാണ് ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് സെക്ഷൻ ഭരിക്കുന്ന ഒരാൾ. ഇങ്ങനെ ഒരാൾ ശരിക്കും ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരു പാസ്പോർട്ട് സൈസ് പോലെ ഒരു ഫോട്ടോയും ഉണ്ട്, പേര് സേവർ എന്നൊരു പേരുണ്ട്. പക്ഷെ ആ ID വരുന്ന കമന്റ് ഒരു ഒന്നൊന്നര കമന്റ് ആയിരിക്കും. അതാണ് അവസ്ഥ. അതുപോലെയുള്ള കമന്റ്സ് ആണ് വരുന്നത്. എന്തായാലും ആ പേരിൽ വരുന്ന കമന്റ്സിന് നല്ല ഫാൻസ് ഉണ്ട്, അതുകൊണ്ട് ആ പേരിൽ പല പേജുകളും തുടങ്ങുന്നു, അവരവരുടെ ഇഷ്ടത്തിന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കമന്റ് സെഷൻ ഭയങ്കര ഫണ്ണാണ്. പിന്നെ വേറെ തരം കുറച്ച് ആളുകളുണ്ട്, ഭയങ്കര വൾഗറായിട്ട് കമന്റ് ചെയ്യുന്ന ആളുകൾ. പണ്ടൊക്കെ ഇങ്ങനെയുള്ള വൾഗർ കമന്റ്സ് വരുന്നത് ഫേക്ക് ID എന്നായിരിക്കും കൂടുതലും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവരവരുടെ ഓൺ പ്രൊഫൈലിൽ നിന്ന് തന്നെ ഇതുപോലുള്ള കമന്റ്സ് ഇടും. നമ്മൾ ഇപ്പം ഒരു പെൺകുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ വളരെ മോശമായിട്ട് വൾഗറായിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അതേ പ്രായമുള്ള സ്വന്തം മോളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ കമന്റ്സ് ഇട്ട് നിറയ്ക്കും. എല്ലാ കാര്യത്തിലൂടെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നൊന്നുമില്ല. ചിലർ അനുകൂലിക്കും, ചിലർ വിയോജിക്കും. അപ്പം നമ്മൾ എന്തുകൊണ്ട് വിയോജിക്കുന്നു, അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു, അതിൻ്റെ റീസൺ എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മാന്യതയുണ്ട്. ഇത് വെറുതെ അശ്ലീലം പറയാനൊക്കെ കമന്റ് സെക്ഷൻ ഉപയോഗിക്കും. എന്നിട്ട് ഈ മോശമായിട്ട് പറഞ്ഞതിനെ കുറിച്ചൊക്കെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഞാനിങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അഭിമാനത്തോടെ പറയുകയും ചെയ്യും. പിന്നെ വേറൊരു തല ആളുകളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരാൾ ഒരു കമന്റ് ഇട്ടു, അപ്പോൾ ആ കമന്റിനോട് എതിർക്കുന്ന ഒരാൾ വന്നിട്ട് ആ കമന്റിൻ്റെ താഴെ റിപ്ലൈ ഇട്ട് കൊടുത്തു. പിന്നെ അവർ തമ്മിലുള്ള യുദ്ധമായിരിക്കും. അവർ തമ്മിൽ അടിയുണ്ടാക്കി ആ കമന്റ് അങ്ങ് നീണ്ടു പോകും. അങ്ങനെ പോകുന്ന കമന്റ് അവരുടെ പേഴ്സണലായിട്ട് അവർക്ക് ദേഷ്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും കമന്റ് സെക്ഷൻ പലരുടെയും ഒരു വീക്ക്നെസ്സാണ്. പോസ്റ്റിന് ഫാൻസ് ഇല്ലെങ്കിലും കമന്റ്സിന് എന്തായാലും ഫാൻസ് ഉണ്ടാവും.